നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കെ സുധാകരൻ അനുകൂലമായ പോസ്റ്ററുകൾ. സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട്ട് തുടക്കം. സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കലാമണ്ഡലം ഐശ്വര്യയുടെ നൃത്തത്തോടെ. ആസ്വാദകരുടെ മനം കവർന്ന ഗസൽ സംഗീതവും. തൃശൂർ പൂരം ആകാശമേലാപ്പിൽ ശബ്ദവർണ്ണ വിസ്മയങ്ങളുടെ ഇന്ദ്രജാലം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെയും കമ്പക്കെട്ടും വർണ്ണാഭം. നിയന്ത്രണത്തിലായി വരുത്തിയതോടെ വെടിക്കെട്ടിന് സാക്ഷിയായത് 10,000. ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം. കുളപ്പുള്ളി ഫെസ്റ്റിന് സമാപനം. വിവിധ ഘോഷയാത്രകളുടെ സംഗമം വർണ്ണാഭം. ജനസാഗരം തീർത്ത് കുളപ്പുള്ളി നഗരം. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം നിലനിൽക്കെ പാലക്കാട് നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിലാണ് പോസ്റ്ററുകൾ. പിണറായി വിജയനെ തടയാൻ കോൺഗ്രസിനെ കഴിയൂവെന്നും സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്ററിൽ. കെ സുധാകരന് പിന്തുണ നൽകുന്ന ഏറെ അനുയായികളും നേതാക്കളുമുള്ള ജില്ലയാണ് പാലക്കാട്. അടിച്ചാൽ തിരിച്ചടിക്കാനും പിണറായിയെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ളത് സുധാകരന് മാത്രമാണെന്നും കോൺഗ്രസിന്റെ അഭിമാനമാണ് സുധാകരനെന്നും പോസ്റ്ററിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട് തുടക്കം. മേളയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടി കലാമണ്ഡലം ഐശ്വര്യയുടെ പ്രാരംഭ നൃത്തത്തോടെയാണ് തുടക്കമായത്. സാംസ്കാരിക വേദിയിൽ അവതരിപ്പിച്ച ഗസൽ ആസ്വാദകരുടെ മനം കവർന്നു. വകുപ്പുകൾ അണിനിരക്കുന്ന വാഹനത്തിന്റെ തൊട്ടുകളിലായി ഇതുവഴി കടന്നു വരണം. ഇതായി വാഹനത്തിന്റെ തൊട്ടുകളിലായി ഇതുവഴി കടന്നു വരണം. വാദ്യമേളങ്ങളുടെ അകമ്പടികളുടെ മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് നിർവഹിച്ചത്. ചടങ്ങിൽ മന്ത്രി MB രാജേഷ് അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തിൽ എല്ലാ മേഖലകളിലും കേരളം പുരോഗതിയിലെത്തിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മേളയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ മുൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനത്തിൽ പിന്നണി ഗായികയും ചലച്ചിത്ര നടിയുമായ സുനിത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിച്ച ഹിന്ദി, ഉറുദു, മലയാളം ഗാനങ്ങൾ കോർത്തിണക്കിയ ഗസൽ രാവ് ആസ്വാദകരുടെ മനം കവർന്നു. സഖാവേ സഹോദരാനാം കേട്ടു ദീർഘമുദ്രാവാക്യം ഒരു ദശകമി പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുടർന്ന് പ്രമുഖ നാടൻപാട്ട് കലാകാരനായ ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും അവതരിപ്പിച്ച നാടൻ കലകളും അരങ്ങേറി. എൻ്റെ കേരളം സാംസ്കാരിക ഉപസമിതി ചെയർമാൻ TR അജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സിൽബർട്ട് ജോസ് സ്വാഗതവും പ്രസാദ് മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൻ്റെ ആകാശമേലാപ്പിൽ ശബ്ദവിസ്മയങ്ങളുടെ ഇന്ദ്രജാലം പൂത്തുലഞ്ഞു. തിരുവമ്പാടിയും പാറമേക്കാവും പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ കമ്പക്കെട്ട് വർണ്ണാഭമാക്കി. നിയന്ത്രണത്തിലായി വരുത്തിയോടെ 10,000 ആളുകളാണ് വെടിക്കെട്ട് ആസ്വദിച്ചത്. കഴിഞ്ഞ വർഷം പ്രവേശനമില്ലാതിരുന്ന സ്വരാജ് റൗണ്ടിലേക്കടക്കം ആളുകളെ കടത്തിവിട്ടതോടെ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയ 10,000 വെടിക്കെട്ട് ആസ്വദിച്ചു.
വൈകിട്ട് 7:30 തിരുവമ്പാടി വിഭാഗമായിരുന്നു ആദ്യം തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവും കൊളുത്തി. പെസോയുടെ ചട്ടഭേദഗതിയെ തേക്കിൻകാട് മൈതാനിയിലെ മാഗസീനിനെ ഒഴിവാക്കിയുള്ള ക്രമീകരണം വരുത്തിയാണ് ഇത്തവണ വെടിക്കെട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന് പിന്തുണയർപ്പിച്ച് സർജിക്കൽ സ്ട്രൈക്കും മാജിക് ക്രിസ്റ്റലും ഡ്രാഗൺ ഫ്ലൈറ്റുമായിരുന്നു ഇത്തവണത്തെ സാമ്പിളിൽ തിരുവമ്പാടിയുടെ മാസ്റ്റർ പീസ്. ഒരു അമിട്ടിൽ നിന്ന് ഒന്നിനും പുറകെ മറ്റൊന്നായി 6 മാജിക് ക്രിസ്റ്റലുകളാണ് മറ്റൊരു പ്രത്യേകത. പൂരത്തിന്റെ മാസ്റ്റർ പീസായ കുടമാറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ 15 കുടകളും വിണ്ണിൽ വിടരുന്നതായിരുന്നു പാറമേക്കാവിന്റെ സ്പെഷ്യൽ. പഹൽഗാം ഭീകരാക്രമണ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഇത്തവണ പൂരത്തിന്. സാമ്പിളിനും പകൽപൂരത്തിനുമായി ഓരോ വിഭാഗത്തിനുമായി 2000 കിലോ വീതമാണ് പൊട്ടിക്കാനുള്ള അനുമതി. പൂരം വെടിക്കെട്ടിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ 2 വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് പുരയിൽ നടന്നുവരികയാണ്. അതിനിടെ ഇരു വിഭാഗങ്ങളുടെയും ചമയ പ്രദർശനത്തിന് ഇന്നലെ തുടക്കമായിരുന്നു. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം ഷൊർണൂർ റോഡിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും പാറമേക്കാവിന്റെ പ്രദർശനം അഗ്രശാലയിലുമാണ് പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലഹരിക്കെതിരെ നാടിൻ്റെ യുവത്വം എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച കുളപ്പുള്ളി ഫെസ്റ്റിന് സമാപനം. 10ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയുടെ സംഗമം വർണ്ണാഭമായി. ജനസാഗരം തീർത്ത് കുളപ്പുള്ളി നഗരം. ഒട്ടകം, കാള, വിവിധ വേഷങ്ങൾ, കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എത്തിയ ഘോഷയാത്ര റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ഉത്സവപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഷൊർണൂരിലെ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ ലക്കിടി റെയിൽവേ ഗേറ്റ് തകരാറിലായി. ഗേറ്റിന്റെ സിഗ്നൽ സംവിധാനം തകരാറിലായതോടെ ഗേറ്റ് തുറക്കാനായില്ല. ഇതോടെ ഒറ്റപ്പാലം പാമ്പാടി പാതയിൽ 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സിഗ്നൽ സംവിധാനം തകരാറിലായതോടെ ഗേറ്റ് തുറക്കാനായില്ല. ഇതോടെ ഒറ്റപ്പാലം പാമ്പാടി പാതയിലെ ഗതാഗതം 5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പാമ്പാടി ഐവർ മഠത്തിലേക്ക് പോകേണ്ട വാഹനങ്ങളും യാത്രക്കാരും ഏറെ വലഞ്ഞു. ട്രെയിനുകളെ ഗേറ്റ് തകരാർ ബാധിച്ചില്ല. വേഗത കുറച്ചാണ് വണ്ടികൾ കടന്നുപോയത്. രാവിലെ പാലക്കാട് നിന്നും എത്തിയ ടെക്നിക്കൽ സംഘം തകരാർ പരിഹരിച്ചതോടെ 8:30 റൂട്ടിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിളയൂരിൽ കർഷക സമരത്തിനിടെ ജിമ്മി ഗുണ്ടകളുടെ അടിയേറ്റ് 1970 മെയ് 4 രക്തസാക്ഷിയായ സെയ്താലിക്കുട്ടിയെ അനുസ്മരിച്ചു. സെയ്താലിക്കുട്ടി
തലയ്ക്ക് അടിയേറ്റു വീണ കുരാച്ചിപ്പടിയിലെ പാടത്ത് സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗവും അദ്ദേഹത്തിന്റെ ബലികുടീരത്തിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ അനാച്ഛാദനവും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. അഞ്ച് വർഷം മുൻപാണ് സഖാവ് സീതാലിക്കുട്ടി പാവപ്പെട്ടവൻ്റെ മണ്ണിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൽ ജന്മികളുടെയും ഗുണ്ടകളുടെയും എല്ലാം തന്നെ മർദ്ദനത്തിന് വിധേയമായി. ആ സഖാവ് നമ്മളുടെ ഇന്ന് വിട പറഞ്ഞു. 55 വർഷം കഴിയുമ്പോഴും ആ ധീരസഖാവിൻ്റെ ഓർമ്മ നാം പുതുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ മോചനത്തിന് വേണ്ടി പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിരവധി സഖാക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഏരിയ കമ്മിറ്റി അംഗം K. മുരളി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസാഖ്, ജില്ലാ കമ്മിറ്റി അംഗം T. K. നാരായണദാസ്, ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ, NP വിനയ്കുമാർ, മുതിർന്ന നേതാവ് C. അച്യുതൻ, രക്തസാക്ഷി സൈതാലിക്കുട്ടിയുടെ മകൻ P. വീരൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AV സുരേഷ്, T. ഷാജി, വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി K. മണികണ്ഠൻ, വിളയൂർ ലോക്കൽ സെക്രട്ടറി KV ഗംഗാധരൻ, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, P. രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര മിനി ശബരിമലയിലെ സ്വാമി പ്രഭാകാനന്ദ സരസ്വതിയുടെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായി സ്വാമിയുടെ ശിഷ്യഗണങ്ങളുടെ കൂട്ടായ്മയിൽ മാങ്കുരിശി പോക്കണാംകുന്ന് നഗറിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും വസ്ത്രങ്ങളും വീട്ടിലെത്തി വിതരണം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 60ാം പിറന്നാളാണ് ഇന്നലെ നമ്മൾ ആഘോഷിച്ചത്. 60 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, ഒരു സ്വാമികളും എവിടേക്ക് വരാറില്ല. താഴെ തട്ടിലേക്ക് ഇതുപോലെ ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഈ സന്യാസി സമൂഹം തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ നന്മയ്ക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒപ്പം നിർത്തുന്നതിനും ഉള്ള സംവിധാനങ്ങൾ അവരെല്ലാം, അതായത് ഭീഷണിയുടെ സ്വരത്തിലല്ലാതെ എല്ലാം ഭക്തി മാർഗത്തിലൂടെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളിൽ മനസമാധാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഒപ്പം തന്നെ ഉപജീവന മാർഗത്തിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ പ്രഭാകര സ്വാമിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ നടന്നു വരുന്നുണ്ട്. മാങ്കുർശി പോക്കണാംകുന്ന് നഗറിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളും വസ്ത്രങ്ങളും വീട്ടിലെത്തി വിതരണം ചെയ്തു. സ്വാമി കിഷോർ ശാന്തി മങ്കര അധ്യക്ഷത വഹിച്ചു. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, നാഗരാജാനന്ദ സരസ്വതി മധുര, സ്വാമി സുരേഷ് ചൈതന്യ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ തുടർ പഠനത്തിന് വേണ്ട പഠനച്ചിലവ് ഏറ്റെടുക്കാനും തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാണിയംകുളം തമിഴർ മാരിയമ്മൻ കോവിലിൽ നടന്നുവരുന്ന പൂജമഹോത്സവം തുടരുന്നു. മെയ് 2-ാം തീയതി മുതലാണ് പൂജമഹോത്സവത്തിന് തുടക്കമായത്. മെയ് 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് കോവിലിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിങ്കളാഴ്ച നഗാരിവാദ്യവും ശക്തി കുംഭങ്ങൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പച്ചയിട്ട് പൂജയും പ്രസാദ വിതരണവും നടന്നു. മണ്ണൂർ ചേറുംപാല ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്ന ലക്ഷദീപ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ ആദ്യമായാണ് ലക്ഷദീപ സമർപ്പണം നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ പങ്കാളികളായി. ഞായറാഴ്ച വൈകിട്ട് 6:30 തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ മനിക്കൽ കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ലക്ഷദീപ സമർപ്പണം നടന്നത്. തുടർന്ന് തന്ത്രി കുട്ടൻ നമ്പൂതിരി ആദ്യ തിരി തെളിയിച്ചു. ലക്ഷദീപം സമർപ്പിക്കാം. ആ ദേവയുടെ ചൈതന്യത്തിലേക്ക് വളരെ വിശേഷമാണ്. ആ ലക്ഷദീപ സമർപ്പണത്തിന്റെ നാന്തി കുറിച്ചുകൊണ്ട് ആദ്യത്തെ ദീപം ഇതാ കൊളുത്താൻ പോവുകയാണ്. എല്ലാവരും സമ്മതത്തോടു കൂടി ദേവയുടെ അനുഗ്രഹത്തോടെ നമ്മൾ കൊളുത്താണ്. ഭക്തർ പുറത്ത് സജ്ജീകരിച്ച തിരികളിലേക്ക് തീ പകർന്നു. 7:30 ലക്ഷം ദീപം സമർപ്പണം പൂർത്തിയായി. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും ദുരന്ത നിവാരണത്തിനുമാണ് ലക്ഷം ദീപ സമർപ്പണം. ആയിരങ്ങൾ ഏകമനസ്കരായി ദീപം തെളിയിച്ച് ദുർഗാദേവിയെ പ്രസാദിപ്പിച്ച് ദീപപ്രഭയിൽ ആറാടി നിൽക്കുന്ന ദേവിയെ കൺകുളിർക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൊഴുത് അനുഗ്രഹവും വാങ്ങിയാണ് മടങ്ങിയത്.
രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജ, വൈകിട്ട് ദീപാരാധന, ഭഗവത് സേവ എന്നിവയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കെ സുധാകരന് അനുകൂലമായ പോസ്റ്ററുകൾ. സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ LDF ഏജന്റുമാരാണെന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട്ട് തുടക്കം. സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കലാമണ്ഡലം ഐശ്വര്യയുടെ നൃത്തത്തോടെ. ആസ്വാദകരുടെ മനം കവർന്ന് ഗസൽ സംഗീതവും. തൃശൂർ പൂരം ആകാശമേലാപ്പിൽ ശബ്ദവർണ്ണ വിസ്മയങ്ങളുടെ ഇന്ദ്രജാലം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടിയും പാറമേക്കാവിന്റെയും കമ്പക്കെട്ടും വർണ്ണാഭം. നിയന്ത്രണത്തിലായി വരുത്തിയതോടെ വെടിക്കെട്ടിന് സാക്ഷിയായത് 10,000. ലഹരിക്കെതിരെ നാടിന്റെ യുവത്വം. കുളപ്പുള്ളി ഫെസ്റ്റിന് സമാപനം. വിവിധ ഘോഷയാത്രകളുടെ സംഗമം വർണ്ണാഭം. ജനസാഗരം തീർത്ത് കുളപ്പുള്ളി നഗരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.